നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചോറ് കഴിക്കാൻ ഇനിയിപ്പോ ചോറോ മന്തിയോ അതല്ലെങ്കിൽ ബിരിയാണിയോ കഞ്ഞിയോ ആണെങ്കിലും സ്റ്റീൽ പാത്രം നമുക്ക് നിർബന്ധമാണ്. എന്തോ അതിൽ കഴിക്കുന്ന ഒരു സുഖം ഇനി എത്ര ഫാൻസി പ്ലേറ്റ് കഴിച്ചാലും കിട്ടില്ല. മാത്രമല്ല ഇത് കഴിക്കുമ്പോണ്ടല്ലോ എന്തോ നമ്മുടെ വീട്ടിൽ അവിടെ കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ ഒക്കെ ഓർമ്മകൾ ഉണ്ടാവാറുണ്ട്. ബൈ ഇന്ന് കഴിക്കാൻ ചോറും ചിക്കൻ ഫ്രൈ പുളിശ്ശേരി ഉണ്ടായിരുന്നേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2 കടി കൊടുക്കാൻ കുറച്ച് ബേബി ക്യാരറ്റ്സ്. പിന്നെ നിങ്ങളുടെ ഫോണിൽ കൂടെ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്യാൽ അതിനെ നിസാരക്കാരനായിട്ടുള്ള ഒരു കവർ പാലായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. മറിച്ച് ഇന്ന് എക്സ്പയറി ഡേറ്റ് തീരാനിരിക്കുന്ന പാലാണത്. അതുകൊണ്ട് തന്നെ ഇന്നത് തീർക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി പറ്റും. അല്ലാതെ ഡേറ്റ് കഴിഞ്ഞതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല, ഉറക്കവും കിട്ടില്ല. ഞാൻ ആദ്യം വെച്ച കുക്കറും ഇപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കുക്കറും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും രണ്ടാണ്. കാരണം പാൽ വെച്ചതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടോ അത് അവസാനം കരിച്ച് അടിക്കും പിടിപ്പിക്കും. പിന്നെ അടിക്ക് പിടിച്ചൊന്ന് വൃത്തിയാക്കാൻ ഒരു യുദ്ധം തന്നെയാണ്. ഇന്നും അതുപോലെ ഒരു കുസൃതി ഒപ്പിച്ചു. അതുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് വലിയ കാര്യമായ പരിക്കുകൾ പറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പാല് മാറ്റി വേറെ പാത്രത്തിലേക്കാക്കി. ഇതുണ്ടാക്കിയത് പാല് മാത്രം വെച്ചാണെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിലും പാലും നാരങ്ങ വെച്ചാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. അതിന്റെ സൈഡിൽ കൂടെ കുറച്ച് നെയ്യും പഞ്ചസാരയും കൂടെ മതി. അത് തന്നെ ധാരാളം. ഇത് കഴിച്ചു നോക്കിയപ്പാണെങ്കിൽ പണ്ട് കുഞ്ഞായിരുന്നപ്പോ കഴിച്ച എന്തിന്റെ ഒരു ടേസ്റ്റ് എന്നാൽ എന്താണെന്ന് കൂടി പിടികിട്ടുന്നില്ല.